ഫ്രണ്ട്സ്, ഡി ഡി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. ഞങ്ങൾ ചാലക്കുടി ഭാഗത്ത് പോയി വരുമ്പോൾ അവിടുത്തെ ഒരു തട്ടുകടയിൽ നിന്ന് കഴിച്ച ഫുഡാണ്. അപ്പോൾ അവരോട് റെസിപ്പി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു. ആ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്ന് ട്രൈ ചെയ്താലോ. അപ്പോൾ ബീഫ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, ഇതെല്ലാതും ഇട്ട് നമുക്ക് ചതച്ചെടുക്കണം. എന്നിട്ട് കുക്കറിൽ ബീഫ് ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് കട്ട് ചെയ്തിടുക. ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇടുക കേട്ടോ. അതേപോലെ വേപ്പിൻ്റെ ഇല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, കല്ലുപ്പ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് അതിൽ തിരുമ്പി കൊടുക്കുക. ഞാൻ കൈ കൊണ്ടാണ് തിരുമണേ. എന്നിട്ട് മൂടി നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കൊള്ളീനെ റെഡിയാക്കി എടുക്കാം. കൊള്ളീനെ ചെറുതാക്കി നുറുക്കുക. ബീഫ് വെന്തുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ബീഫിനെ മാത്രം എടുത്ത് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് ആ ബീഫിൻ്റെ വെള്ളത്തിലേക്ക് നമുക്ക് കൊള്ളി കുഞ്ഞാക്കി നുറുക്കിയതിനെ ഇട്ട് ഉപ്പ്, തരി മഞ്ഞൾപ്പൊടി, കുറച്ച് വേപ്പിൻ്റെ ഇലയിട്ട് നമുക്ക് വീണ്ടും വേവിക്കാൻ വയ്ക്കാം. കൊള്ളി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫിന് മസാല കൂട്ടാം. സബോള, വേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് ഒരു മീഡിയം ചുവപ്പാകുമ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം നന്നായി വാടി വരുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് ഇളക്കാം. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ തക്കാളി സോസ്, ചില്ലി സോസ്, സോയാ സോസ്, ഇതെല്ലാം ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് തക്കാളി ഇട്ട് ഇളക്കാം. അപ്പോൾ നമ്മുടെ കൊള്ളി വെന്തുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇതേ ഭാഗത്തിന് വെന്തുണ്ട്. കൊള്ളി ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. ബീഫിനെ മസാലയിലേക്ക് ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ബീഫ് കറിയിലേക്ക് ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അത് ഇളക്കി ഒന്ന് മൂടി വയ്ക്കാം. കൊള്ളി ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടത് 2 മുട്ട. ഫ്രൈ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കൊത്തി വറുക്കുക. കുറച്ച് സബോള കുഞ്ഞായി അരിഞ്ഞതിട്ട് കൊടുക്കുക. സബോള അധികം വാടണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് അതിലേക്ക് കൊള്ളിയിട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ബീഫും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ആക്കുക. നമ്മൾ മിക്സ് ആക്കണതിനനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ കപ്പ ബിരിയാണിയുടെ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കഴിക്കാൻ ടേസ്റ്റ് നോക്കാൻ നമുക്ക് ചേട്ടനെയും പിള്ളേരെയും വിളിക്കാം. കപ്പ ബിരിയാണി കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഒന്ന് കഴിച്ച് നോക്കട്ടെ. നമുക്കതിലേക്ക് സബോള കുറച്ച് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ 3 പേരും ഇത് കഴിക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ആഹാ, സൂപ്പർ. പിന്നെ കപ്പയിൽ ബീഫ് വന്നാലുള്ള ടേസ്റ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതെല്ലാവർക്കും അറിയണതല്ലേ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കാം.
മറക്കല്ലേ. അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബൈ.